മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നൊയമ്പ് കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ നമ്മളെല്ലാവരും. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു സുഹൃത്ത് വന്ന് ചോദിച്ചു, നമ്മുടെയൊക്കെ ഏത് ദിവസമാണച്ചാ നൊയമ്പ് ആരംഭിക്കുന്നത്? വിഭൂതി തിങ്കളാഴ്ചയാണോ വിഭൂതി ബുധനാഴ്ചയാണോ? റോമിലെ മാർപ്പാപ്പ ഏത് ദിവസമാണ് വിശുദ്ധ നൊയമ്പിലേക്ക് പ്രവേശിക്കുക എന്ന്? 40 ദിവസമാണോ അതോ 50 ദിവസമാണോ? ഒരുപക്ഷെ നമ്മളിൽ പലർക്കുമുള്ള ഒരു സംശയമായിരിക്കാം ഇത്. റോമൻ കത്തോലിക്ക സഭ വിഭൂതി ബുധനാഴ്ചയോടുകൂടെ വിശുദ്ധ നൊയമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. 40 ദിവസത്തെ നോമ്പാചരണമാണ് നമുക്ക് ഉള്ളത്. വിഭൂതി ബുധനാഴ്ച മുതൽ വലിയ ശനിയാഴ്ച വൈകുന്നേരം വരെയാണ് നമ്മൾ വിശുദ്ധ നൊയമ്പിലെ ആയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ 46 ദിവസങ്ങൾ വരും. അപ്പോൾ എങ്ങനെയാണ് ഈ 40 ദിവസമെന്ന് നമ്മൾ പറയുക? റോമൻ കത്തോലിക്ക സഭയുടെ പൗരാണികമായ പാരമ്പര്യമനുസരിച്ച് ഞായറാഴ്ചകൾ നൊയമ്പിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കിയിരുന്നില്ല. ഞായറാഴ്ച കർത്താവിൻ്റെ ഉദ്ധാനത്തിൻ്റെ ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നു. അന്നേ ദിനം നമ്മൾ നൊയമ്പിൻ്റെ ദിനമായിട്ട് കണക്കാക്കാതിരിക്കുകയും എന്നാൽ നൊയമ്പിൻ്റെ അരൂപിയിലായിരിക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെ 40 ദിവസത്തെ ഉപവാസമാണ് റോമൻ കത്തോലിക്ക സഭ അനുഷ്ഠിക്കുന്നതും കടന്നു പോകുന്നതും. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ സംശയം തോന്നാം, കേരളത്തിൽ പ്രാദേശികമായ സഭകൾ, പൗരസ്ത്യ സഭകളൊക്കെ 50 നൊയമ്പ് ആചരിക്കുന്നത് അവർ വിഭൂതി തിങ്കളാഴ്ചയാണ് ആരംഭിക്കുക. ഈ പ്രാദേശിക സഭകൾ അല്ലെങ്കിൽ പൗരസ്ത്യ സഭകൾ എന്ന് പറയുന്നത് റോമൻ കത്തോലിക്ക സഭയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സഭകളാണ്. കേരളത്തിൽ അത് സീറോ മലബാർ സഭയും മലങ്കര സഭയുമാണ്. മാർപ്പാപ്പ എന്നാണെച്ചാൽ നൊയമ്പ് ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ മാർപ്പാപ്പ നൊയമ്പിലേക്ക് പ്രവേശിക്കുന്നത് വിഭൂതി ബുധനാഴ്ചയാണ്. എന്താണ് ഈ 40 ദിവസത്തിൻ്റെ വിശുദ്ധ ബൈബിൾ അടിസ്ഥാനം? ഒന്നാമത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത് മത്തായി സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോ മരുഭൂമിയിൽ 40 ദിവസം ഉപവാസം അനുഷ്ഠിച്ചുവെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. ആ വിശുദ്ധ ഗ്രന്ഥം അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ നൊയമ്പാചരണങ്ങളെ നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 540-ാം ഗണ്ണിക പറയുന്നത് ഇങ്ങനെയാണ്: ഓരോ ക്രൈസ്തവൻ്റെയും വിശ്വാസ ജീവിതത്തിൽ അവൻ്റെ ഉപവാസത്തിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത് യേശു ക്രിസ്തു 40 ദിവസം മരുഭൂമിയിൽ ഉപവാസം അനുഷ്ഠിച്ചു എന്നതാണ് എന്ന്. പിന്നെ നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 7-ാം അധ്യായം 4-ാം വാക്യത്തിൽ ദൈവമായ കർത്താവ് സൃഷ്ടിയിൽ ഒരു ശുദ്ധീകരണം നടത്തുന്നു. എന്ന് വെച്ചാൽ 40 ദിവസം രാവും പകലും മഴ പെയ്യുന്നു. നോഹയുടെ വാക്കുകേട്ട് പെട്ടകത്തിൽ കയറിയ മനുഷ്യരെല്ലാം അവർ രക്ഷിക്കപ്പെടുകയും നോഹയുടെ വാക്കെന്ന് പറയുന്നത് ദൈവം നോഹയോട് അരുൾ ചെയ്ത വാക്കുകളാണ്. ആ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് പെട്ടകത്തിൽ കയറിയവ അവർ രക്ഷപ്പെടുന്നുവെന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 24-ാം അധ്യായം 18-ാം വാക്യത്തിൽ മോശ സീനായ് മലമുകളിൽ 40 ദിവസമാണ് ഉപവസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. സംഖ്യയുടെ പുസ്തകം 13-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഇസ്രായേൽക്കാർ 40 ദിവസം കാനാൻ ദേശത്ത് രഹസ്യമായി നിരീക്ഷണം നടത്തിയെന്നും നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്. 1 സാമുവേൽ 17-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഗോലിയാത്ത് ഇസ്രായേൽ മക്കൾക്ക് നേരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് 40 ദിവസമാണ്
ഗോലിയാത്ത് ഇസ്രായേൽ മക്കളെ വെല്ലുവിളിക്കുന്നത്. 40 ദിവസം കഴിയുമ്പോഴാണ് ദാവീദ് ഗോലിയാത്തിനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുവാൻ യുദ്ധക്കളത്തിലേക്ക് ചെല്ലുന്നത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഏലിയ 40 രാവും 40 പകലും നടന്ന് കർത്താവിൻ്റെ മലയായ ഹോറബിലേക്ക് എത്തിച്ചേർന്നുവെന്ന്. വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് യോനായുടെ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ 40 ദിവസത്തെ സമയമാണ് നിനിവേ ജനതയ്ക്ക് മാനസാന്തരപ്പെടുവാൻ വേണ്ടി നോഹയുടെ പ്രവചനത്തിലൂടെ ദൈവമായ കർത്താവ് നൽകുന്നത്. അങ്ങനെ 40 ദിവസം എന്ന് പറയുന്നത് ഉപവാസത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും ദിനങ്ങളാണ്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഉദ്ധിതനായ യേശു തൻ്റെ ഉദ്ധാനത്തിന് ശേഷം 40 ദിവസമാണ് ഭൂമിയിൽ തൻ്റെ ശിഷ്യന്മാരോടൊപ്പമായിരിക്കുകയും 40 ദിവസത്തിന് ശേഷം സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെയൊക്കെ ഈ നൊയമ്പനുഷ്ഠാനങ്ങൾ 40 ദിവസത്തിൻ്റെ പുണ്യദിനങ്ങളിലേക്ക് റോമൻ കത്തോലിക്ക സഭ പ്രവേശിച്ചിരിക്കുകയാണ്. ആ 40 ദിവസം എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിക്കുന്ന ഈ 40 ദിനങ്ങളാണ്. പ്രത്യേകിച്ച് ഈശോ മരുഭൂമിയിൽ 40 ദിവസം പരീക്ഷിക്കപ്പെടുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലാണ് റോമൻ കത്തോലിക്ക സഭ ഈ നൊയമ്പിലേക്ക് പ്രവേശിച്ചതും സഭയുടെ മക്കളോട് ഈ നൊയമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ആഹ്വാനം ചെയ്യുന്നതും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.